empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില്ല പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞയാഴ്ച യൂദിത്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. യൂദിത്ത് അവിടെ ഒരു തെറ്റ് കണ്ടപ്പോൾ എപ്രകാരമാണ് അവൾ അത് തിരുത്താൻ തയ്യാറായതെന്ന്, അത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ജ്ഞാനത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് എപ്രകാരമാണ് അത് പറഞ്ഞു കൊടുത്തതെന്ന് നമ്മൾ കണ്ടു. നമ്മളുടെ വാക്കുകളിൽ നമ്മൾ പാലിക്കേണ്ട മിതത്വം, അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. സങ്കീർത്തകനായ ദാവീദ് 141 അധ്യായം അവിടെ 3 തിരുവാക്യത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: കർത്താവേ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. നമ്മളുടെ വാക്കുകളുടെ പ്രയോഗം അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം വളരെ വ്യക്തമാക്കിയിരുന്നു ദാവീദ് രാജാവ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമ്മുടെ നാവിന് കടിഞ്ഞാണിടേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ദാവീദ് രാജാവ് പറയുന്നത്. നമ്മൾ സുഭാഷിതങ്ങളിൽ നിന്നും കണ്ടതാണ്, എത്രമാത്രം അധികമായി നമ്മൾ സംസാരിക്കുന്നുവോ അത്രമാത്രം തെറ്റിലേക്ക് നമ്മൾ ചായുന്നു എന്ന് തിരുവചനം പറയുന്നുണ്ട്. നമ്മുടെ വാക്കുകൾക്ക് നാം കടിഞ്ഞാണിടണമെന്ന്, അധരത്തിന് കാവലേർപ്പെടുത്തണമെന്ന് ദാവീദ് രാജാവ് നമുക്ക് പറഞ്ഞു തരുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു ജീവിതത്തിൽ കർത്താവ് നൽകുന്ന ഈ ഓരോ ആഹ്വാനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഇന്നത്തെ ശുശ്രൂഷകളെ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നമുക്ക് മുൻപിൽ പാഠമായി തരുന്ന ഈ ഓരോ ജീവിതങ്ങളിലൂടെയും ആവശ്യമായതെല്ലാം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഉൾക്കൊള്ളുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് കർത്താവിൻ്റെ മുൻപിലായിരിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമ്മുടെ കർത്താവിനെ ഏക മനസ്സോടെ നമുക്ക് പാടി ആരാധിക്കാനായി ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. കർത്താവേ, അങ്ങ് മാത്രം സ്തുതിക്ക് യോഗ്യനായവൻ എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഞങ്ങൾ നിന്റെ നാമത്തിൽ വരുന്നു, ഞങ്ങൾ തിരുമുഖത്തിൽ നോക്കുന്നു. ഈശോയെ, നീ മാത്രം സ്തുതികൾക്ക് യോഗ്യനായോൻ. ഞങ്ങൾ നിന്റെ നാമത്തിൽ വരുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, നിന്റെ നാമത്തിൽ വരുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ തിരുമുഖത്തിൽ നോക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ മാത്രം ദൃഷ്ടി ഉറപ്പിക്കുന്നു. സ്തുതികൾക്ക് യോഗ്യനായോൻ. ഞങ്ങൾ നിന്റെ നാമത്തിൽ വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, കർത്താവെ, അങ്ങയിൽ മാത്രം ദൃഷ്ടി ഉറപ്പിച്ച് മുന്നോട്ട് പോകുവാനുള്ള കൃപയ്ക്കായി കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ്. കർത്താവെ, അങ്ങ് മാത്രമാണ് സ്തുതികൾക്ക് യോഗ്യനായവൻ എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കും, ഞങ്ങൾ നിന്റെ ശക്തിയെ ഘോഷിക്കും. നീ മാത്രം സർവശക്തൻ നീതിമാൻ. ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കും, ഞങ്ങൾ നിന്റെ ശക്തിയെ ഘോഷിക്കും. നീ മാത്രം സർവശക്തൻ നീതിമാൻ. ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഞങ്ങൾ നിന്റെ നാമത്തിൽ വരുന്നു, ഞങ്ങൾ തിരുമുഖത്തിൽ നോക്കുന്നു. ആരാധന ഈശോയെ. നീ മാത്രം സ്തുതികൾക്ക് യോഗ്യനായോൻ. ഞങ്ങൾ നിന്റെ നാമത്തിൽ വരുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ നിന്റെ നാമത്തിൽ വരുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ യേശുനാമത്തിൽ വരുന്നു. ഈശോയെ ആരാധന. ഞങ്ങൾ യേശുനാമത്തിൽ വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ മുൻപിലായിരിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ടുന്ന മാറ്റങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമാക്കി തരണമേ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, തെറ്റുകളില്ലാതെ എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ഈശോയുടെ കൃപയിൽ അനുദിനം വളർന്നു വരുന്ന ജീവിതമായി മാറുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിൻ്റെ പാലക, ഞങ്ങൾ കുടുംബം ഒന്നിച്ച് കർത്താവിൻ്റെ മാർഗത്തിൽ മുന്നേറുന്നവരായി തീരുവാൻ യോസേപ്പ് പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ യൂതിത്തിൻ്റെ ജീവിതത്തിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. നമുക്കറിയാം, യൂതിത്ത് ആ ഒരു വലിയ ദൗത്യത്തിലേക്ക് കടക്കുന്ന ആ രംഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. യൂതിത്ത് അവിടെ ഒരു തെറ്റ് കണ്ടപ്പോൾ, തൻ്റെ ജനം മുഴുവൻ തെറ്റിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവിടെ വേണ്ട നടപടികൾ എടുക്കുകയാണ്. നേതാക്കന്മാരെ വിളിച്ച് തിരുത്തുന്നതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു നിർത്തിയത്. തുടർന്ന് അവൾ ആ തെറ്റ് കണ്ടെത്തി, അത് അവർക്ക് പറഞ്ഞു കൊടുത്തു, പോകേണ്ട വഴിയെല്ലാം പറഞ്ഞു കൊടുത്തു. അതോടെ അവൾ അവിടെ മിഷൻ അവസാനിപ്പിക്കുന്നില്ല. തുടർന്ന് യൂതിത്ത് എന്താ ചെയ്തതെന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത്. നമ്മൾക്ക് യൂതിത്തിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ 32-ാം തിരുവാക്യം ഒന്ന് ശ്രദ്ധിക്കാം. യൂതിത്ത് അവരോട് പറഞ്ഞു, ശ്രദ്ധിക്കുവിൻ, നമ്മുടെ ഭാവി തലമുറകളിലെല്ലാം അറിയപ്പെടുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാൻ പോകുന്നു. ഇവിടെ യൂതിത്ത് തൻ്റെ ദൗത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവളെ ആരും അവിടെ നിർബന്ധിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. അവൾ അവിടെ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങേണ്ട ആവശ്യവുമില്ല. ഒത്തിരിയേറെ നേതാക്കന്മാരുണ്ട്, ഇസ്രായേലിൽ ഒത്തിരിയേറെ വീരയോദ്ധാക്കളുണ്ട്. എന്നാൽ യൂതിത്ത് ഇവിടെ എന്താ ചെയ്യുന്നത്? ഭാവി തലമുറകളെല്ലാം ഓർമ്മിക്കുന്ന വിധത്തിൽ ഒരു പ്രവൃത്തി ഞാൻ കർത്താവിന് വേണ്ടി ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് യൂതിത്ത് ആ ഒരു മിഷനെ ഏറ്റെടുക്കുകയാണ്. അവൾ അവിടെ ആ ഇനിഷ്യേറ്റീവ് ഏറ്റെടുക്കുകയാണ്. അവൾ മുന്നിട്ടിറങ്ങുകയാണ്. പറഞ്ഞു തീർക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല തിരുവചനം നമുക്ക് യൂതിത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അവൾ അത് പ്രവർത്തിച്ച് കാണിക്കുകയാണ്. തൻ്റെ കർത്താവിനോടുള്ള ആ ഒരു വിശ്വാസം എന്തെന്ന്, കർത്താവിലുള്ള തൻ്റെ ആശ്രയം എന്തെന്ന് അവൾ ഭാവി തലമുറയ്ക്ക് മുഴുവൻ മാതൃകയാകുന്ന രീതിയിൽ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. കർത്താവിന് വേണ്ടി ആ ഒരു ദൗത്യം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നിനെ ഓർത്തും അവൾ അവിടെ വ്യാകുലപ്പെടുന്നില്ല. ഒരു ടെൻഷനും അവൾക്കില്ല. കാരണം കർത്താവിൽ അവൾ പൂർണ്ണമായും ആശ്രയിച്ച് തൻ്റെ ആ ഒരു ദൗത്യത്തിലേക്ക് കടന്നു വരികയാണ്. എന്തായിരുന്നു അവൾ എടുത്ത ഒരു ദൗത്യം? ശത്രു പാളയത്തിലേക്ക് കടന്നു ചെന്ന് തൻ്റെ ജനത്തിന് വലിയ ഭീഷണിയായി തീരുന്ന ശത്രുക്കളെ അവൾ വധിക്കുകയാണ്. ആ ഒരു സ്ത്രീ അവളുടെ ഒരു ദാസിയോടൊപ്പം ശത്രുപാളയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അവൾ കാണിച്ച ഒരു ധൈര്യം, അവൾക്കുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം, സമർപ്പണം, സ്വയം ത്യജിക്കൽ, ഇതെല്ലാം കർത്താവ് നമുക്ക് എടുത്ത് കാണിച്ചു തരികയാണ്. ഒരു ദൗത്യം അവളെ ഏൽപ്പിച്ചപ്പോൾ അതിനു പിന്നിൽ അവൾക്കുണ്ടായിരുന്ന ആ ക്വാളിഫിക്കേഷൻസ് അതെന്തെല്ലാമാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഒരു വിളി ലഭിച്ചു കഴിഞ്ഞപ്പോൾ, തൻ്റെ വിളിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റൊന്നും പിന്നെ അവൾക്ക് വിഷയമാകുന്നില്ല. അവൾ മുന്നിട്ടിറങ്ങുകയാണ്. വിളിച്ചവന് വേണ്ടി എന്ത് ചെയ്യാനും അവൾ തയ്യാറാവുകയാണ്. തൻ്റെ മുന്നോട്ടുള്ള ജീവിതം അവൾ ചിന്തിക്കുന്നില്ല. ജീവനോട് തിരിച്ചു വരുമോ എന്നൊന്നും അവൾ ചിന്തിക്കുന്നില്ല. ശത്രുപാളയത്തിലേക്ക് ധൈര്യത്തോടെ ആ നേതാക്കന്മാരുടെ എല്ലാം മുൻപിൽ തല ഉയർത്തിക്കൊണ്ട് അവൾ കടന്നു പോവുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെ മിഷന് വേണ്ടി, തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന് വേണ്ടി എന്ത് വില കൊടുക്കാനും തയ്യാറായ അനേകരെ തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അബ്രാഹത്തെ കർത്താവ് ഒരു ദൗത്യം ഏൽപ്പിച്ചു. എന്തെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ധൈര്യത്തോടെ അബ്രാഹാം തനിക്ക് അന്ന് വരെ പരിചിതമായിരുന്നതെല്ലാം അവൻ വിട്ടുകളയുകയാണ്. പുതിയ ഒരു കാര്യത്തിലേക്ക് ഒരു പേടിയുമില്ലാതെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്, വിളിച്ചവനെ മാത്രം നോക്കിക്കൊണ്ട് അവൻ ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് മോശയുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 11-ാം അധ്യായത്തിൽ
മോശയെ വിളിച്ചപ്പോൾ ആ വിളിയോട് പ്രത്യുത്തരിക്കാൻ, ആ വിളിക്കനുസരിച്ച് തൻ്റെ ജീവിതം എന്തുമാത്രം മാറ്റാനും തയ്യാറായ മോശയ്ക്ക് പിന്നിലുണ്ടായിരുന്ന ഉത്തേജക ശക്തി എന്താണെന്ന് അവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 11-ാം അധ്യായത്തിൽ 26-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ, ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി, ഈജിപ്തിലെ എത്ര വലിയ നിധിയാണെങ്കിലും അതിനേക്കാളൊക്കെ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. മോശ കരുതി. തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിച്ചത്. അവൻ എങ്ങോട്ടാ നോക്കിയേ? ഈജിപ്തിൽ അവൻ രാജാവിന് തുല്യം വാഴേണ്ടവനാണ്. എന്നാൽ കർത്താവ് വിളിച്ചപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച് ആ വലിയ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ഇറങ്ങി തിരിച്ചത് എന്തുകൊണ്ടാ? തനിക്ക് ലഭിക്കാനിരിക്കുന്ന ഒരു പ്രതിഫലമുണ്ട്, അതിലേക്കാണ് അവൻ നോക്കിയത്. അതിനെ വെച്ച് തുലനം ചെയ്യുമ്പോൾ ഈ ഭൂമിയിലെ എത്രമാത്രം വലിയ നിധികളും തുച്ഛമായിട്ട് അവന് തോന്നുകയാണ്, നിസ്സാരമായിട്ട് അവൻ മനസ്സിലാക്കുകയാണ്. ഇത് തന്നെയല്ലേ യൂഥത്തിലും നമ്മൾ കണ്ടത്? ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്ന ഓരോരുത്തരിലും കാണുന്നത് ഇത് തന്നെയാണ്. അവർക്ക് ഈ ലോക ജീവിതത്തിൽ കിട്ടാവുന്ന എന്തും വളരെ നിസ്സാരമാണെന്നുള്ള തിരിച്ചറിവ് ലഭിക്കുകയാണ്. തങ്ങളുടെ പ്രതിഫലത്തിലേക്ക് അവർ നോക്കുകയാണ്. അപ്പോൾ എന്ത് റിസ്ക് ഏറ്റെടുക്കാനും അവർ തയ്യാറാവുന്നതാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് നമുക്ക് എസ്തേർ രാജ്ഞിയെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. എസ്തേർ രാജ്ഞി എന്താ ചെയ്തേ? സുഖമായിട്ട് രാജ്ഞിയായിട്ട് അവൾക്ക് അവിടെ കഴിയാമായിരുന്നു. എന്നാൽ തൻ്റെ ജനം ഒരു ഭീഷണിയെ നേരിട്ടപ്പോൾ അവർക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി, കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ വേണ്ടി അവൾ പറയുകയാണ്, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അവൾ മുന്നിട്ട് ഇറങ്ങുകയാണ്. എന്തുകൊണ്ടാ? ആ ജനത്തോടുള്ള അവരുടെ സ്നേഹം, കർത്താവിൻ്റെ ജനം അവിടെ നശിക്കുന്നത് കാണുമ്പോഴുള്ള വിഷമം, അതായിരുന്നു അവൾക്ക് തൻ്റെ ജീവൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവവേലയ്ക്ക് ഇറങ്ങിത്തിരിക്കാൻ, കർത്താവ് പറയുന്ന ആ മിഷന് വേണ്ടി സമർപ്പണത്തോടെ മുന്നോട്ട് പോകാൻ ശക്തി നൽകിയത്. നമ്മൾ അപ്പോസ്തലന്മാരിലൊക്കെ എന്താ കാണുന്നത്? തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ നേട്ടങ്ങൾ ഒന്നും അവരാരും അതിനൊന്നും വില കൊടുത്തതായി നമ്മൾ കാണുന്നില്ല. ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ ഓരോരുത്തരും നമുക്ക് വലിയ വെല്ലുവിളിയാണ്. എന്തുകൊണ്ടാ? ഇവിടെ മോശയെ കുറിച്ച് പറഞ്ഞതുപോലെ തങ്ങൾക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലായിരുന്നു അവരുടെ നോട്ടമുണ്ടായിരുന്നത്. നമുക്കറിയാം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 8-ാം തിരുവാക്യത്തിൽ കർത്താവ് യെശയ്യാ പ്രവാചകനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ അവിടെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്? അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു. അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് യെശയ്യാ പ്രവാചകൻ കേട്ടു. ആരെയാണ് ഞാൻ അയക്കുക? കർത്താവ് ചോദിക്കുകയാണ്, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ ആ ചോദ്യത്തിന് മുന്നിൽ സഡനായിട്ട് യെശയ്യാ പ്രവാചകൻ ഉത്തരം പറയുകയാണ്, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. അവിടെ ഒന്നും ചിന്തിക്കുന്നില്ല, വേറെ ഒരു ഭാഗത്തേക്കും അദ്ദേഹം നോക്കുന്നില്ല. തൻ്റെ ജീവിതം എന്താകുമെന്നോ, കുടുംബം എന്താകുമെന്നോ, താൻ നേരിടാൻ പോകുന്ന ഭീഷണികൾ എന്താണെന്നോ ഒന്നും അദ്ദേഹം ചിന്തിക്കുന്നില്ല. കർത്താവിൻ്റെ ചോദ്യം വന്ന മുറയ്ക്ക് അദ്ദേഹം പറയുകയാണ്, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഇതേ ചോദ്യം കർത്താവ് ഇന്നും നാം ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട്. മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 9-ാം അധ്യായം 37-38 തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. ഇന്നത്തെ നമ്മുടെ സമൂഹത്തെ നോക്കിയും കർത്താവ് എന്താ പറയുന്നേ? വിളവ് ധാരാളമായിട്ടുണ്ട്, എന്നാൽ വേലക്കാരോ വളരെ ചുരുക്കമാണ്. കമ്മിറ്റഡായി കർത്താവിനെ മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന വേലക്കാർക്ക് വേണ്ടി കർത്താവ് ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവാചകനോട് ചോദിച്ചതുപോലെ ചോദിക്കുകയാണ്, ആരാണ് എനിക്ക് വേണ്ടി പോവുക എന്ന്. യെശയ്യാ പ്രവാചകൻ ഉടനെ തന്നെ അവിടെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കൊടുക്കുന്നുണ്ട്.
എന്നാൽ ഇതുപോലെ നാം ഓരോരുത്തർക്കും മുന്നിൽ വരുന്ന ഈ ഒരു ചോദ്യത്തിന് മുന്നിൽ നെഗറ്റീവായ റെസ്പോൺസ് കൊടുത്തവരെയും തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പഠിച്ചതാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ദബോറയെയും ജായേലിനെയും ഒക്കെ കുറിച്ച്. അവരെ കുറിച്ച് പഠിച്ച കൂടെ അവിടെ ബാറക്കിനെ കുറിച്ച് കർത്താവ് നമുക്ക് പറഞ്ഞു തന്നു. ബാറക്കിനും കർത്താവ് ഇതുപോലെ ഒരു വിളി നൽകുന്നുണ്ട്. കർത്താവ് ഒരു പ്രത്യേക മിഷൻ ബാറക്കിനെ ഏൽപ്പിക്കുന്നുണ്ട്. ദബോറയിലൂടെ കർത്താവ് ബാറക്കിനോട് പറയുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 8-ാം തിരുവാക്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ബാറക്ക് അവളോട് പറഞ്ഞു, ബാറക്ക് ദബോറയ്ക്ക് ഉത്തരം കൊടുക്കുകയാണ്, നീ എന്നോട് കൂടെ വന്നാൽ ഞാൻ പോകാം, ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല. കർത്താവ് ഒരു മിഷൻ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ബാറക്ക് എന്താ അവിടെ ചെയ്തേ? കുറെ ഡിമാൻഡുകൾ അങ്ങോട്ട് പറയുകയാണ്. ദബോറ കൂടെ വരികയാണെങ്കിൽ ഞാൻ പോകാം എന്ന് ബാറക്ക് പറയുന്നത്. കർത്താവ് എന്നാൽ ഇവിടെ ബാറക്കിന് എക്സ്ക്ലൂസീവായിട്ട് കൊടുത്ത ഒരു മിഷൻ ആയിരുന്നു അത്. അവിടെ ബാറക്ക് ഡിമാൻഡുകൾ വെക്കുകയാണ്. തുടർന്ന് ആ മിഷനിൽ നിന്ന് ബാറക്കിനെ കർത്താവ് മാറ്റുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. യെശയ്യാ പ്രവാചകൻ ആ മിഷൻ ഏറ്റെടുത്തപ്പോൾ ബാറക്ക് തൻ്റെ വിളിയോട് പ്രത്യുത്തരിച്ചത് തെറ്റായ രീതിയിലായിരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കിയേ. കർത്താവ് എത്രമാത്രം സാഹചര്യങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് മിഷൻ ചെയ്യാൻ വേണ്ട എത്രയോ സന്ദർഭങ്ങൾ കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് അതിനോടൊക്കെ പ്രതികരിക്കുന്നത്? യെശയ്യാ പ്രവാചകനെ പോലെ, യൂദിത്തിനെ പോലെ, മോശയെ പോലെയൊക്കെ വളരെ പോസിറ്റീവായി കർത്താവ് തരുന്ന സാഹചര്യങ്ങളിൽ ഇങ്ങനെ മുന്നിട്ടിറങ്ങാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ യൂദിത്ത് ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കർത്താവിൻ്റെ മിഷനോട് ചേർന്ന് മുന്നോട്ട് പോവാൻ തയ്യാറാവുകയാണ്. എന്നാൽ അവൾ തൻ്റെ കഴിവുകളിലോ തനിക്കുള്ള ആ ഒരു ബലത്തിലോ ഒന്നുമല്ല അവൾ ആശ്രയിക്കുന്നത്. പരിപൂർണമായും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ തൻ്റെ മിഷന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സ്ഥാനം എന്താണെന്ന് യൂദത്തിന്റെ പുസ്തകം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. യൂദത്തിന്റെ പുസ്തകം 9-ാം അധ്യായം മുഴുവനായിട്ടും താൻ യാത്രയ്ക്ക് ഒരുങ്ങുന്നതിന് മുൻപ് പ്രാർത്ഥിച്ച് കർത്താവിന്റെ മുൻപിൽ ആയിരിക്കുന്ന യൂദിത്തിനെ നമ്മൾ കാണുന്നത്. തൻ്റെ നാഥനായി സർവവുമായി യൂദിത്ത് കർത്താവിനെ ഏറ്റു പറയുകയാണ്. ഇവിടെ ബാറക്ക് തനിക്ക് മുൻപിൽ കർത്താവ് നൽകിയ ഒരു ദൗത്യത്തെ കൈമലർത്തി നിരാകരിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ എന്താ ചെയ്തേ? അദ്ദേഹം അത് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുകയാണ് ചെയ്ത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് കർത്താവ് നാം ഓരോരുത്തരോടും പറയുന്നുണ്ട്, ആരാണ് വിളഭൂമിയിലേക്ക് എനിക്ക് വേണ്ടി പോവുക എന്ന്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ കുടുംബം ഒരു വിളഭൂമിയാണ്. നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സമൂഹം ഒരു വിളഭൂമിയാണ്. അവിടെ കർത്താവിൻ്റെ ദൗത്യം ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? ആ കർത്താവ് നൽകിയിരിക്കുന്ന വിളിക്ക് നമ്മൾ ഏത് രീതിയിലാണ് പ്രത്യുത്തരം നൽകുന്നത്? നമ്മൾ ചിന്തിക്കുക പ്രിയമുള്ളവരെ. ഇത്രയേറെ ഉദാഹരണങ്ങൾ കർത്താവ് നമുക്ക് മുൻപിൽ തരുന്നത് നമുക്ക് തെറ്റ് പറ്റാതിരിക്കാനാണ്. തെറ്റ് പറ്റിയവരെ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ നമുക്ക് മുന്നറിയിപ്പുകൾ നൽകുകയാണ്. പ്രിയമുള്ളവരെ, തെറ്റിലേക്ക് പോകാതെ കർത്താവ് നൽകുന്ന വിളിയോട് യെസ് പറയാൻ നമുക്ക് സാധിക്കട്ടെ. ഇവിടെ യൂദിത്ത് സ്വയം മുന്നിട്ടിറങ്ങുകയാണ് കർത്താവിൻ്റെ ദൗത്യത്തിന് വേണ്ടി. തൻ്റെ കഴിവിലോ ആയുധ ബലത്തിലോ ഇസ്രായേൽ സൈന്യത്തിലോ ഒന്നുമല്ല അവൾ ആശ്രയിക്കുന്നത്. അവൾ ആ ശത്രു ക്യാമ്പിലേക്ക് പോകുന്നതിന് മുൻപ് 9-ാം അധ്യായം മുഴുവനും യൂദിത്തിന്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് തിരുവചനത്തിൽ എഴുതി വെക്കുന്നത്. ആ ഒരു വലിയ മിഷന് കടന്നു പോകുന്നതിന് മുന്നോടിയായി അതിൻ്റെ ബേസായിട്ട് അവൾ എന്താ ചെയ്യുന്നേ? സ്വയം പ്രാർത്ഥിച്ച് ശക്തി നേടുകയാണ്. സ്വയം തൻ്റെ സൃഷ്ടാവിൻ്റെ മുൻപിൽ പരിപൂർണമായും കീഴ്പ്പെടുകയാണ്. സർവശക്തനായ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് അവിടുത്തെ ശക്തിയെ ഏറ്റു പറഞ്ഞുകൊണ്ടാ അവൾ ശത്രു രാജ്യത്തേക്ക് കടന്നു പോകുന്നത്. ആ 9-ാം അധ്യായത്തിന്റെ അവസാന വാക്യം, പ്രാർത്ഥനയുടെ അവസാനം മാത്രം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 14-ാം തിരുവാക്യം നമുക്ക് ശ്രദ്ധാപൂർവം കേൾക്കാം. അവിടുന്ന് ദൈവമാണെന്നും എല്ലാ ശക്തിയുടെയും പ്രതാപത്തിന്റെയും ദൈവമാണെന്നും അവിടുന്നല്ലാതെ ഇസ്രായേൽ ജനത്തിന് മറ്റൊരു സംരക്ഷകനില്ലെന്നും അവിടുത്തെ ജനവും എല്ലാ ജനതയും ഗോത്രങ്ങളും അറിയട്ടെ. യൂദിത്ത് തൻ്റെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ? അവൾ പോകുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അവൾ വ്യക്തമാക്കുകയാണ്. കർത്താവിനെ ഉയർത്താനായി, കർത്താവാണ് ഇസ്രായേലിൻ്റെ ദൈവമെന്ന് ഇസ്രായേൽ ജനവും ശത്രുക്കളും എല്ലാം തിരിച്ചറിയാനായിട്ടാണ് യൂദിത്ത് ആ ദൗത്യം ഏറ്റെടുക്കുന്നത്. അതിനായിട്ടാണ് അവൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നത്.
അവസാന ഭാഗത്ത് നമ്മൾ വീണ്ടും കാണുന്നുണ്ട്, വളരെ വിജയത്തോടെ അവൾ തിരിച്ചു വന്നു കഴിയുമ്പോഴും വളരെയേറെ നന്ദി പറഞ്ഞ് അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കീർത്തനങ്ങൾ ആലപിക്കുന്നുണ്ട്, കൃതജ്ഞതാ പ്രാർത്ഥന നടത്തുന്നുണ്ട്. പ്രാർത്ഥനയുടെ ശക്തിക്ക് യൂദിത്ത് തൻ്റെ ജീവിതത്തിൽ കൊടുത്ത വില എന്താണെന്നും ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായി സാധിക്കും. വിളിക്ക് പുറകെ നമ്മൾ പോകുമ്പോൾ, ദൗത്യത്തിന് പുറകെ ഓടുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ജീവിതങ്ങളിൽ എത്രമാത്രം പ്രാധാന്യം കൊടുക്കണമെന്ന് യൂദിത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് യൂദിത്ത് നമ്മളെ പഠിപ്പിച്ചതുപോലെ നമ്മുടെ മിഷന് ഏറ്റെടുക്കാൻ, മിഷനെ റെഡി ആയിട്ട് ഇറങ്ങാനുള്ള ആ ഒരു വിളി നമുക്ക് സ്വീകരിക്കാം. നമ്മൾ ലോകമെങ്ങും പോകണമെന്നല്ല പറയുന്നത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബം, നമ്മുടെ ചുറ്റുപാടും എല്ലാം കർത്താവിനെ ഉയർത്തുന്നവരാക്കി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. നമ്മുടെ വാക്കുകളിലൂടെ, പ്രവർത്തികളിലൂടെ എല്ലാം നമുക്കതിന് സാധിക്കും. ആ ഒരു വലിയ ദൗത്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കണം. വിളഭൂമിയിലേക്ക് ഇറങ്ങാൻ ഞങ്ങൾ തയ്യാറാണെന്ന് നമുക്ക് കർത്താവിനോട് പറയാം. ആ ഒരു പോരാട്ട ജീവിതത്തിനായിട്ട് നമ്മളെ തന്നെ നമുക്ക് ഒരുക്കാം. കർത്താവ് നൽകിയ ഈ ആഹ്വാനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാൻ, അതിനാവശ്യമായ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. യൂദിത്തിനെ പോലെ കർത്താവിന്റെ ദൗത്യം സധൈര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ, നല്ല പോരാട്ടം പോരാടുന്ന വിശ്വാസ വീരരായി മാറാൻ ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ നന്ദി പറയുകയാണ്. അങ്ങ് നൽകുന്ന ആഹ്വാനങ്ങൾക്കായിട്ട്, അങ്ങ് നൽകുന്ന ബോധ്യങ്ങൾക്കായിട്ട് കർത്താവെ നന്ദി പറയുന്നു. കർത്താവെ, നല്ല പോരാട്ടം പോരാടാനായിട്ട്, അങ്ങ് നൽകിയിരിക്കുന്ന ദൗത്യങ്ങൾ വീരത്തോടെ പ്രവർത്തിക്കുവാനായിട്ട് കർത്താവെ കൃപ ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല പോരാട്ടം പോരാടിയോട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. കൃപ ചെയ്യണമേ കർത്താവേ. പോരാട്ടം പോരാടിയോട്ടമോടിടാം, ഹല്ലേലൂയ. വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ആമേൻ, ആമേൻ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന ഭാരം, പാപം തുടങ്ങിയ ബാധ്യതകളെല്ലാം കർത്താവേ അതെല്ലാം നീക്കി നല്ല പോരാട്ടം പോരാടുന്നവരായിട്ട് കർത്താവേ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. യൂദിത്തിനെ പോലെ മുന്നിട്ടിറങ്ങാൻ ശക്തിയുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്ക് ശക്തി നൽകണമേ, കൃപ നൽകണമേ. ബിരുദു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ. ോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പോരാട്ടം പോരാടിയോട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. പോരാട്ടം പോരാടിയോട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നല്ല പോരാട്ടം പോരാടാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ പാതയിൽ ഒന്നും തടസ്സമാകാതെ അതിനെല്ലാം നീക്കി അങ്ങയെ മാത്രം നോക്കി, അങ്ങയെ മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ടോടുവാനുള്ള കൃപ, ഞങ്ങളുടെ ദൗത്യം പൂർത്തീകരിക്കാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, യൂദിത്ത് നമുക്ക് കാണിച്ചു തന്നതുപോലെ നമ്മുടെ ഉത്തരവാദിത്വം, കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം, അത് സധൈര്യം മുന്നിട്ടിറങ്ങി ചെയ്യുവാനുള്ള ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. പ്രാർത്ഥനാ നിയോഗങ്ങളും അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പരസ്പരം ശക്തിപ്പെടുത്തി കർത്താവിൻ്റെ വേലയിൽ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9452199811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് priscilla Shekinah News,
താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.